ഇതാരുടെ ഫുഡ് ഉണ്ടാക്കിയ നാട്ടിലാണ് ഷെഫ്? ഒന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് ഒന്ന് വിളിക്കടോ. മിണ്ടാണിക്കടോ, എനിക്ക് മിണ്ടാണിക്കട. മിണ്ടാണ് ഷെഫിന് വിളിച്ച. നിങ്ങളെ നാട്ടിലാ? കൊൽക്കത്ത. മലയാളം അറിയാം? രക്ഷയില്ലാത്ത ഫുഡ്, ഒരു രക്ഷയില്ല. ഫുഡ് വെച്ച പൊളി ടേസ്റ്റ്. കണ്ണൂർ ജില്ലയിനെക്കാട്ടും വെല്ലുന്ന ടേസ്റ്റില് കൊൽക്കത്തയിലെ ഒരു വ്യക്തി, അതായത് കണ്ണൂരിലെ അതേ ടേസ്റ്റ് ആയിട്ട് 30-20 വർഷം കണ്ണൂരിൽ ഹോട്ടലിൽ വർക്ക് ചെയ്ത വ്യക്തി ഇപ്പൊ ദുബായിൽ ഇവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. നിങ്ങൾ ഫുഡ് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും രണ്ടാമത് ഇവിടെ വന്നിരിക്കും. കാരണം അതിന്റെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും ഈ റെസ്റ്റോറന്റിലുണ്ട്. ദുബായിൽ ലൈഫ് ഫുള്ള് പ്രവാസിയായിട്ട് തീർന്നില്ലേ? ഉഷാറില്ല, ഫാമിലിയൊക്കെ ഉഷാറുണ്ട്. മാഷാ അല്ലാ, വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ല. ഇവിടെ ഇരിക്കാനല്ലടാ, ഇവിടെ കിടന്നു തിന്നാനുള്ള സൗകര്യമുണ്ട്. നീ എന്റെ ഒപ്പരം വാ. ഇതാ നോക്ക്, ഇതാണ് റമദാൻ മാസം എങ്ങനെയാ ഫുഡിന്റെ കണക്ക്? നോമ്പിന് ഓപ്പൺ ആണോ? നോമ്പിന് ഓപ്പൺ ആണ്, 24 hours ഓപ്പൺ ആക്കുന്നുണ്ട്. പിന്നെ അത്താഴത്തിന് വേണ്ടിട്ട് സ്പെഷ്യൽ ഐറ്റം റെസ്റ്റോറന്റ് സ്പെഷ്യൽ അത്താഴത്തിന് ചട്ടിച്ചോറ് വരുന്നുണ്ട്. ഇത് അത്താഴ ചട്ടിച്ചോറ്, പിന്നെ സ്പെഷ്യൽ അല്ലേ സ്പെഷ്യൽ നമ്മളല്ലേ ചട്ടിച്ചോറിന്റെ സ്പെഷ്യൽ. അതൊക്കെ ആദ്യം കഴിച്ചിട്ട് കാര്യം. എടാ, ഇവിടുത്തെ അത്താഴ ചട്ടിച്ചോറ് ഇനി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ സാധനം. നീ കഴിച്ചിരുന്നു? ഞാൻ ഇവിടുന്ന് കഴിച്ചതാണ് മുമ്പ്. ഞാൻ ഇവിടെ സ്ഥിരം വരുന്ന കസ്റ്റമറാണ്, ചോദിച്ചു നോക്ക്. ഓരൊക്കെ നമ്മുടെ ഡെയിലി കസ്റ്റമർ. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും വരും. അതാണ് നമ്മുടെ ഡീലിംഗും, അതാണ് നമ്മുടെ സർവീസ്. നോക്കട്ടെ, നമ്മൾ നോക്കട്ടെ. നമ്മളെ ഷോപ്പിന്റെ മാനേജറാണ് നിതീഷ് ഭായ്. ഇവരിങ്ങനെ വന്നിട്ടുണ്ട്. ഇവരുടെ ഫുഡൊക്കെ അടിപൊളിയായി ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് നമ്മൾ റിവ്യൂ പറഞ്ഞതായിരിക്കും. നല്ല ഫുഡാണെങ്കിൽ നമ്മൾ എന്തായാലും ഇവർക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫുഡ് എന്താ നോക്കട്ടെ, അത് കഴിച്ചിട്ട് നമ്മൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തായാലും റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.